ഒരു രാഷ്ട്രീയ മാലിന്യത്തെ സ്വന്തം പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ ഒരു സ്ഥാനം MLA സ്ഥാനം കയ്യേറുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് കുറച്ചെങ്കിലും മാന്യതയുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാന്യത പൊതുസമൂഹത്തോട് അയാൾ പുലർത്തുന്നുണ്ടെങ്കിൽ, അയാൾ ഇക്കാലം അത്രയും നടന്നിട്ടുള്ള അയാളുടെ പൊളിറ്റിക്കൽ സിദ്ധാന്തങ്ങൾ ഈ പറയുന്ന രീതിയിൽ കുറച്ചെങ്കിലും ജെനുവിൻ ആയിരുന്നുവെങ്കിൽ അയാൾ ആ MLA സ്ഥാനം എത്രയും പെട്ടെന്ന് രാജിവെച്ചിട്ട് അയാൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ജനതയോട് നീതി കാണിക്കണം എന്നുള്ളതാണ്. ഇപ്പം മൂന്നാമത് വന്നിരിക്കുന്ന വിക്ടിമിൽ നിന്ന് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് എവിഡൻസ് ആണ് അവർ മുൻപോട്ട് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും മുൻപോട്ട് പോകും. ഹണി ഭാസ്കറിനെയാണ് നിങ്ങൾ കേട്ടത്. ഏത് നമ്മളെ ദുബൈ കണക്ഷൻ ഹണി ഭാസ്കറിനെയാണ് കേട്ടത്. ധാർമ്മികത, മൂല്യങ്ങൾ, അതുപോലെ സിദ്ധാന്തങ്ങൾ ഒക്കെ ഹണി ഭാസ്കറിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതേ സിദ്ധാന്തങ്ങളും ഈ മനുഷ്യനോടുള്ള ധാർമ്മികതയും സിദ്ധാന്തങ്ങളും മൊറാലിറ്റിയും ഒക്കെയാണ് വിഷയമെങ്കിൽ ഇവിടെ പ്രശ്നമാകുന്നത് ഈ ഹണി ഭാസ്കറിന് തന്നെയാണ്. കാരണം ഒരു മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കാതെ പല വാഗ്ദാനങ്ങളും, സരിൻ എന്ന് പറയുന്ന ആളിൽ നിന്ന് പല വാഗ്ദാനങ്ങളും ലഭിച്ചപ്പോൾ പ്രലോഭനങ്ങളിൽ വീണുപോയ വ്യക്തിയാണ് ഹണീസ് ഭാസ്കർ. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ സ്ത്രീകളുടെ ഒരു ഹോൾസെയിൽ സംരക്ഷകയായി മാറാനാണ് ഉദ്ദേശമെങ്കിൽ, ഞാൻ സ്ത്രീകളുടെയൊക്കെ ഒരു വലിയ തള്ളയാണ് എന്നാണ് ലക്ഷ്യമെങ്കിൽ, ഈ പറയുന്ന സിദ്ധാന്തങ്ങളും മൊറാലിറ്റിയും ഒക്കെ കീപ്പ് ചെയ്യാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ്. അതിന് രാഹുൽ മാങ്കൂട്ടം മാത്രമാണോ ബാധ്യസ്ഥ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അയാൾക്ക് മാത്രമാണോ അത്തരത്തിലൊരു മൊറാലിറ്റി കീപ്പ് ചെയ്യേണ്ട ബാധ്യത എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും, അല്ലേ? ഇനി രാഷ്ട്രീയ രംഗത്തുള്ളത് കൊണ്ട് അയാൾക്ക് പ്രത്യേകം ധാർമ്മികതയുണ്ടെങ്കിൽ അതേ രാഷ്ട്രീയ രംഗത്തുള്ള മുകേഷിന് ആ ധാർമ്മികതയുണ്ട്, ഗണേഷ് കുമാറിന് ധാർമ്മികതയുണ്ട്, സരിതയുടെ കുഞ്ഞിന്റെ അച്ഛന് ധാർമ്മികതയുണ്ട്, ഇല്ലേ? തോമസ് ഐസക്കിനുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്, KT ജലീലിനുണ്ട്, AK ശശീന്ദ്രനുണ്ട്, P ശശിക്കുണ്ട്, PK ശശിക്കുണ്ട്. പിന്നെ ഇവരെയൊക്കെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്ന പിണറായി വിജയനും ആ ധാർമ്മികതയുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന ധാർമ്മികതയും സിദ്ധാന്തവും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം അയാൾ പെറ്റു വീണപ്പോ അയാളുടെ പൊക്കിൽ കിടിക്കൊപ്പം തുന്നിച്ചേർത്ത് വെച്ച ഒന്നല്ല ധാർമ്മികത എന്നുള്ളത്. ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഒരു മനുഷ്യനെതിരെ ഇത്തരത്തിൽ സ്ത്രീകളെ വിലക്ക് വാങ്ങി രംഗത്തിറക്കുന്നവർക്കും ഒരു ധാർമ്മികതയുണ്ട്. കാരണം അവർ വിലക്ക് വാങ്ങുന്നത് സ്ത്രീയെയാണ്, അതിലൂടെ അവർ അപമാനിക്കുന്നത് സ്ത്രീത്വത്തെയാണ് എന്നുള്ളതാണ്. ആ ധാർമ്മികത സരിനുണ്ട്, ആ ധാർമ്മികത AKG സെന്ററിലിരിക്കുന്ന പൂവൻകോഴികൾക്കുണ്ട്, ആ ധാർമ്മികത MV നികേഷ് കുമാറിനുണ്ട്, ആ ധാർമ്മികത ഈ പൂവൻകോഴികളെ ഒക്കെ ബ്രീഡ് ചെയ്ത് കൊണ്ട് നടക്കുന്ന പെടക്കോഴികൾക്കുമുണ്ട്, ഇല്ലേ? അപ്പോ ഈ ധാർമ്മികതയാണ് ഇഷ്യൂ എങ്കിൽ, ധാർമ്മികതയും ബന്ധങ്ങളിലെ റിലേഷൻഷിപ്പിലെ മൊറാലിറ്റിയും മൂല്യങ്ങളും വാല്യൂസും എത്തിക്സും ഒക്കെയാണ് പ്രശ്നമെങ്കിൽ, ഇത് മനുഷ്യനെന്ന രീതിയിൽ എല്ലാവർക്കും ബാധ്യമായ കാര്യമാണ്. അപ്പോ ഹണി ഭാസ്കറിനെ പോലെയുള്ള ആളുകള് അച്ചാരം വാങ്ങിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ആരെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അവരെ കൂട്ടത്തിലുള്ള പൂവൻകോഴികളെ കുറിച്ച് ആദ്യം ഒരു പഠനം നടത്തുന്നത് നല്ലതായിരിക്കുമെന്നുള്ളതാണ്. പിന്നെ ഈ അച്ചാരം വാങ്ങി ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ആദ്യം പറയേണ്ടത് എത്ര കിട്ടി എന്നുള്ളതാണ്. കോടികൾ എത്ര വന്നു എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം പറയേണ്ടത്. കാരണം നിങ്ങൾക്ക് കോടികൾ കിട്ടിയിട്ടില്ലെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം സഖാക്കൾ കോടികൾ വാഗ്ദാനം ചെയ്ത മറ്റൊരാൾ എനിക്ക് കോടികൾ വാഗ്ദാനം ചെയ്തു എന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ ഇരയാകുന്നവരിൽ സാങ്കല്പികരികളിൽ ഒന്നാം സ്ഥാനത്ത് വരേണ്ട ആൾ ഞാനായിരുന്നു എന്ന് മറ്റൊരു സ്ത്രീ വിളിച്ചു പറയുമ്പോൾ അതിന് പിറകെ വരുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ കോടികൾക്ക് പിന്നാലെ പോയവരാണ് എന്നുള്ള കാര്യത്തിൽ പൊതുസമൂഹത്തിന് യാതൊരുവിധ തർക്കവുമില്ല. അപ്പോ ദുബൈയിലാണ്, അല്ലെങ്കിൽ ഷാർജയിലാണ്, അല്ലെങ്കിൽ കാനഡയിലാണ് എന്ന് കരുതിക്കൊണ്ട് കേരളത്തിലെ സമൂഹത്തിന്റെ, സ്ത്രീ സമൂഹത്തിന്റെ എസ്പെഷ്യലി അവരുടെയൊക്കെ വലിയ തള്ളയാവാമെന്ന് ആരും കരുതേണ്ട. കാരണം അങ്ങനെ തള്ളയാവണമെങ്കിൽ ആ തള്ളക്ക്
എല്ലാ മക്കളോടും ഒരേ സ്നേഹവും ഒരേ മമതയും ഒരേ താല്പര്യങ്ങളും ഉണ്ടാവണം. അതല്ലാതെ തൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരാളോട് കൂടുതൽ സ്നേഹമോ ആരെങ്കിലും ഒരാളോട് പ്രത്യേക വാത്സല്യമോ പ്രത്യേക മമതയോ ഉണ്ടാവുന്നത് അതിനെ നമ്മൾ പാർഷ്യാലിറ്റി എന്ന് പറയും, അതിനെ നമ്മൾ ധാർമ്മികതയല്ലെന്ന് പറയും, അതിനെ നമ്മൾ ലോജിക് അല്ലെന്ന് പറയും, അല്ലേ? അപ്പോ ഈ ഹോൾസെയിൽ തള്ളയാവാൻ വരുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര വാങ്ങി, നിങ്ങൾക്ക് എത്ര കിട്ടി, ആര് നിങ്ങൾക്ക് തന്നു എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം മാത്രം ഈ ധാർമ്മികതയുടെയും സൈദ്ധാന്തിക ക്ലാസിന്റെയും ഒക്കെ അകമ്പടിയോടുകൂടി ഈ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടണം എന്നുള്ളതാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ ധാർമ്മികത എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ട എത്തിക്കൽ വാല്യൂസ് ആണ്. ഈ ധാർമ്മികത ഇനി രാഷ്ട്രീയക്കാരന് മാത്രമാണ് ഉണ്ടാവേണ്ടതെങ്കിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല കേരളത്തിലെ ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ. തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, ശശീന്ദ്രൻ, AK ശശീന്ദ്രൻ, മുകേഷ് തുടങ്ങി TP രാമകൃഷ്ണൻ, KT ജലീല്, P ശശി, PK ശശി, KB ഗണേഷ് കുമാർ, അങ്ങനെ തുടങ്ങി ഒരുപാടധികം രാഷ്ട്രീയക്കാരുണ്ട്. സരിതക്ക് കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്ത ഗണേഷ് കുമാർ, യാമിനി തങ്കച്ചി എന്ന് പറയുന്ന തന്റെ ഭാര്യയെ അതിക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഗണേഷ് കുമാർ, ഭാര്യ ഡിവോഴ്സ് വാങ്ങിപ്പോയ തോമസ് ഐസക്, സ്വപ്ന സുരേഷിനെ മൂന്നാറിലെ റിസോർട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമങ്ങൾ നടത്തിയ തോമസ് ഐസക്, സ്വപ്ന സുരേഷിനെ ഫ്ളാറ്റിൽ രാത്രിക്ക് കൂടെ കിടക്കാൻ വിളിച്ച കടകംപള്ളി സുരേന്ദ്രൻ, ഇവരുടെയൊക്കെ ധാർമ്മികതയെ കുറിച്ച് ഹണി ഭാസ്കറിനെ പോലെയുള്ള ആളുകൾ ക്ലാസ് എടുക്കുന്നതൊന്നും നന്നായിരിക്കും. ഇവരും ധാർമ്മിക മൂല്യച്യുതിയുടെ വക്താക്കളാണ്, ഇവരും പൂവൻ കോഴികളാണ്. AKG സെന്ററിലെ സംരക്ഷണത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ചിറകിനടിയിൽ കൊണ്ടു നടക്കുന്ന അടിമ സഖാക്കളാണ്. ഇനി ഒരു പടി കൂടി കടന്നു പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഹണി ഭാസ്കർ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് മുഖ്യമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ഹണി ഭാസ്കറിനെ ആദ്യം സ്വീകരിക്കുന്ന വ്യക്തി P ശശിയാണ്. ആ P ശശിയുടെ ധാർമ്മികതയെ കുറിച്ചും ഒന്ന് ഹണി ഭാസ്കർ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം മാത്രം രാഹുൽ മാങ്കൂട്ടത്തിന് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ ഇറങ്ങുക. അതിനുശേഷം മാത്രം എത്തിക്കൽ വാല്യൂസ് രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിപ്പിക്കുക. അതിനുശേഷം മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ മൊറാലിറ്റി എന്താണെന്ന് പഠിപ്പിക്കുക. അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിന് മൊറാലിറ്റി പഠിപ്പിക്കാൻ ഹണി ഭാസ്കർ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ സ്ത്രീകളുടെയും പാർഷ്യാലിറ്റി കാണിക്കുന്ന തള്ളയായി മാറരുത് എന്ന് മാത്രമേ ഹണി ഭാസ്കറിനോട് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്. എന്താണ് ആ കാര്യം? കോടികൾ ചെലവിട്ടിട്ടുണ്ട്. ഏതുപോലെ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെതിരെ ഒരു സ്ത്രീയെ രംഗത്തിറക്കാൻ, ആ സ്ത്രീയുടെ ഓട്ട കാണിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടി 10 കോടി അന്നത്തെ കാലത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 അല്ല 20 അല്ല 30 അല്ല അതിന് മുകളിലാണ്. അപ്പോ പരാതിക്കാരായിട്ട് വരുന്ന ആളുകള് ഷഡ്ഡി വാങ്ങിക്കൊടുത്തു, ചെരുപ്പ് വാങ്ങിക്കൊടുത്തു, ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റിന് വേണ്ടിയും ഷഡ്ഡിക്ക് വേണ്ടിയും ചെരുപ്പിന് വേണ്ടിയും ചെലവഴിച്ച തുകകളിൽക്കാണ് എത്രയോ ഇരട്ടി അവർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാഹുൽ ലവ് 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 എന്നുള്ളത് മാറി രാഹുൽ പീഡകൻ ബലാത്സംഗ വീരൻ, അക്രമകാരി, ക്രൂരമായി ആക്രമിച്ച വ്യക്തി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നത്. അപ്പോ ഈ സദാചാരവാദികള് അവർ ധാർമ്മികതയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, അവർ സൈദ്ധാന്തമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, എത്തിക്കൽ വാല്യൂസ് ആണ് അവർ പഠിപ്പിക്കുന്നതെങ്കിൽ, ഈ പറയുന്ന ആളുകൾ അത് രാഹുൽ മാങ്കൂട്ടമല്ല ആ ക്ലാസ്സിലിരിക്കേണ്ട വ്യക്തി. ആ ക്ലാസ്സിലിരിക്കേണ്ട വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിറകിനടിയിലുണ്ട്. അതിൽ ഗണേഷ് കുമാർ ഉണ്ട്, മുഹമ്മദ് റിയാസ് ഉണ്ട്, സ്വന്തം ഭാര്യയെ കുനിച്ചു നിർത്തി കൂമ്പിനടിച്ച മുഹമ്മദ് റിയാസ് ഉണ്ട്, ഗണേഷ് കുമാർ ഉണ്ട്, ശശിയുണ്ട്, PK ശശിയുണ്ട്, പിന്നെ KT ജലീലും കടകംപള്ളിയും തോമസ് ഐസക്കും ചേരുന്ന ഒരുപാടധികം ആളുകളുണ്ട്. ഇവർക്കൊക്കെ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ആ ബാച്ച് കഴിയുമ്പോൾ അടുത്ത ബാച്ചിൽ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലാസ് എടുത്തോളൂ എന്ന് മാത്രമേ ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എത്തിക്കൽ വാല്യൂസ് അല്ല പ്രശ്നം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം
രാജാവിന്റെ മുഖത്ത് നോക്കി നട്ടല്ലോടുകൂടി കൈ ചൂണ്ടിയടോ വിജയ എന്ന് വിളിച്ചത് തന്നെയാണ് പ്രശ്നം. അങ്ങനെ ഒരു പ്രവൃത്തി രാഹുലിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ് പ്രശ്നം. കാരണം രാജാവ് തീട്ടം നീട്ടുമ്പോ അത് നക്കുന്ന അടിമകൾക്ക് ആ രാജാവിന്റെ മുഖത്ത് നോക്കിയടോ വിജയ എന്ന് വിളിക്കാൻ ഒരുത്തൻ ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ശത്രു തന്നെയാണ്, അവൻ ആജന്മ ശത്രുവാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ അടിസ്ഥാന കാരണവും എന്ന് പറയുന്നത്. അല്ലെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെയുള്ള ഒരു സ്ത്രീ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോ, സ്ത്രീ എന്ന് ആ വാക്കിന്റെ അർത്ഥം അന്വർത്ഥമാക്കുന്ന ഒരു സ്ത്രീ, ഒരു ഹ്യൂമൻ ബീങ്, ഇവർ വിലക്ക് വാങ്ങാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയ ശ്രീനാദേവി കുഞ്ഞമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ അതിന് പിന്നാലെ വരുന്ന ഈ പറയുന്ന പരാതിക്കാരത്രയും എത്ര കോടികൾ വാങ്ങിയിട്ടാണ് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്? ഇവർക്ക് പണം നൽകിയത്, ദുബൈയിൽ നിന്ന് വരുന്ന പരാതികൾക്ക് പണം നൽകിയത് പി സരിനാണോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് പറയാൻ സകാളക്കളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്.